അപ്പോൾ നമ്മളിപ്പോൾ ഏരിയ എന്ന് പറഞ്ഞത് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞത് നല്ല മഴയാണ്. മഴ ഇതുവരെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറായി. ഞാൻ ഇവിടെ രാവിലെ 8 മണിക്ക് എത്തിയതാണ്. അപ്പോൾ 12 മണി കഴിഞ്ഞ് 1 മണി ആവാനായി. ഇതുവരെ മഴ ചോർന്നിട്ടില്ല, അത്രയും മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഏരിയ എന്നൊക്കെ പറയുന്നത് ന്യൂസ് ചാനലോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലോ ഒന്നും എത്താത്ത ഒരു ഏരിയ ആണിത്. ഞാനിവിടുത്തെ സാറന്മാരോട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അടയാളാണ് നമുക്ക് ഇനി വലിയ താമസമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതൊരു മുന്നറിയിപ്പാണ്. ഇതൊരു മുന്നറിയിപ്പ് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നത്. അതുമ്മ പഠിക്കണം ദുനിയാവിലുള്ളോര്. ഓക്കെ. കെട്ടി പൊന്തിച്ച് വെച്ചാലും ഇതൊന്നും നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതെല്ലാം ഈ ഭൂമി തന്നെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്ന് കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് കരയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സില്ലാന്ന് ഞാൻ പറയും. കാരണം അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ ആ മേലേ ഭാഗം കണ്ട നിങ്ങൾ, അതായത് മേലെ റൂമാണത്. ഇത് മേലെ ഭാഗം തേക്കാത്ത വീടാണ്, താഴെ ഭാഗം മാത്രമേ തേച്ചിട്ടുള്ളൂ. അപ്പം ഈ ഒരു 2 ഭാഗം ഉണ്ടല്ലോ, ആ റൂമും ഈ റൂമും, ഇത് വഴി ഒരു കല്ല് വന്നിട്ട് അങ്ങനെ എടുത്തു കൊണ്ടുപോയതാട്ടോ. ഈ റോഡിലൂടെ ഒക്കെ ആയിരുന്നു ആ വെള്ളം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കട്ടിൽ കണ്ട അവിടെ, അപ്പോൾ നിലവിൽ ആ കട്ടിൽ പുതപ്പും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അവിടുന്ന് എണീറ്റ് ഓടിയിട്ടുണ്ടാവാം ഒരു പക്ഷേ, അതല്ലെങ്കിൽ ആൾ ഇതിലൂടെ മറിഞ്ഞ് വീണ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവാം. എന്തായാലും ആൾ രക്ഷപ്പെട്ടിടട്ടെ, അല്ലെങ്കിൽ രക്ഷപ്പെട്ട കൂട്ടത്തിൽ അവരുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീടിൻ്റെ ഒക്കെ അവസ്ഥ കാണുമ്പോൾ നോക്കി നിങ്ങൾ, ഇവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഈ ഭാഗത്തൂടെ നമുക്ക് നടന്നു പോകാനൊന്നും കഴിയില്ലായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാവരും റെസ്ക്യൂ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ നിലവിൽ ഇവിടുത്തെ വെള്ളത്തിന് ഇപ്പോൾ നല്ല തെളിവാണ്, ഒരു കലക്കോ കാര്യങ്ങളോ ഇല്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് മൊത്തം നാശനഷ്ടമെങ്കിൽ ഈ ഭാഗം മൊത്തം ഇഞ്ചി, കുരുമുളക്, അതേപോലെ തന്നെ കാപ്പി തുടങ്ങിയ കൃഷികൾ ചെയ്ത് മനോഹരമായൊരു ഏരിയ ആയിരുന്നു ഇത് കേട്ടോ. നല്ലൊരു അരുവിയൊക്കെ ഇതുവഴി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ ഇവിടെ നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാഴ്ചകളുണ്ട്. കൃഷിയൊക്കെ അതിനും പോയി. ഇവിടെ നല്ലൊരു കിണർ കാണുന്നുണ്ട് കേട്ടോ. കേടുപാടുകളൊന്നും സംഭവിക്കാത്തൊരു കിണർ കാണുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ, കണ്ണാടി പോലത്തെ വെള്ളം. ഈ ഒരു വീടിൻ്റെ മുൻഭാഗം കണ്ടു കഴിഞ്ഞാൽ ഇതിനൊന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ, ആ ഭാഗത്തൂടെ കേട്ടോ ഒരു വലിയൊരു കിടങ്ങ് പോലെ അവിടെ ഒരു പുഴ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ തെരച്ചിൽ കഴിഞ്ഞ് നിർത്തിവെച്ചാൽ, കാരണം ഇവിടെയൊക്കെ ഇറ്റാച്ചി ഉപയോഗിച്ചിട്ടും JCB ഉപയോഗിച്ചിട്ടും ഒരുപാട് തെരച്ചിലൊക്കെ കഴിഞ്ഞതാണ്. ഈ ബാക്ക് ഭാഗം, അതായത് ഇവർക്കൊന്ന് നോക്കിക്കണ്ടൊന്ന് ഓടി രക്ഷപ്പെടാൻ വരെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. കാരണം കറണ്ടില്ല ഒന്ന്, കാരണം എല്ലാ പോസ്റ്റുകളും മറിഞ്ഞു വീണിട്ട് കറണ്ടുകൾ എവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇരുട്ടത്താണ് അത്ര അവർ ഇവിടുന്ന് രക്ഷപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ കല്ലുണ്ടോ, ഇത്തരത്തിലുള്ള കല്ലുകൾ ഓരോ വീടിൻ്റെ മേലെ കൂടെ വന്നിട്ട് ആണ് വീടുകളൊക്കെ തകർന്നു പോയത്. അതുപോലെ പിന്നെ മനുഷ്യരും. അപ്പോൾ നമ്മളിപ്പോൾ ഏരിയ എന്ന് പറഞ്ഞത് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞത് നല്ല മഴയാണ്. മഴ ഇതുവരെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറായി. ഞാൻ ഇവിടെ രാവിലെ 8 മണിക്ക് എത്തിയതാണ്. അപ്പോൾ 12 മണി കഴിഞ്ഞ് 1 മണി ആവാനായി. ഇതുവരെ മഴ ചോർന്നിട്ടില്ല, അത്രയും മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഏരിയ എന്നൊക്കെ പറയുന്നത് ന്യൂസ് ചാനലോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലോ ഒന്നും എത്താത്ത ഒരു ഏരിയ ആണിത്. ഞാനിവിടുത്തെ സാറന്മാരോട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കേരള റെസ്ക്യൂ ടീം അവരുടെ ആ ഒരു സംഘം ഇവിടെ ഉണ്ട്. വേറെ ആരും ഇപ്പം നിലവിലിവിടെ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം ഉണ്ടോ, അവിടെ ഒരു വലിയൊരു റോഡ്, അല്ല ആ ഒരു ഏരിയക്ക് വേറൊരു വഴിയുണ്ട്. ആ റോഡൊക്കെ കീറി മുറിച്ചിട്ടാണ് ആ സാധനം പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ റോഡ് അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം ഇങ്ങനെ കാണുമ്പോഴേ ഈ ഏരിയക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ദുനിയാവിൽ എത്ര എന്താ പറയുക കെട്ടി പൊന്തിച്ച് വെച്ചാലും ഇതൊന്നും നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതെല്ലാം ഈ ഭൂമി തന്നെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒന്ന് കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് കരയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സില്ലാന്ന് ഞാൻ പറയും. കാരണം അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലിവിടെ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവിടെ എല്ലാം തകർന്നടിഞ്ഞ വീടുകളും ഒരുപാട് അവരുപയോഗിച്ച ഒരുപാട് അവശിഷ്ടങ്ങൾ മാത്രം, വേറെ ഒന്നുകൂടെ കാണാനില്ല. നോക്കൂ അല്ലേ, എവിടേക്ക് നോക്കിയാലും ഇത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ നമുക്കിവിടെ നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരുപാട് രക്ഷാപ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ പറഞ്ഞാൽ ഏകദേശം 23 ദിവസമായിട്ട് ഇവിടെ മഴ തന്നെ.
ആ ഉരുൾ പൊട്ടിയതിന് ശേഷം ഒരുപാട് ദിവസം ഇവിടെ മഴ പെയ്തു. അപ്പോൾ ഈ മഴ ഒന്നും വക വയ്ക്കാതെ ഏകദേശം 20-23 ദിവസം വക വയ്ക്കാതെ നമ്മുടെ കേരള പോലീസ് അവരിവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള സംഘടനകൾ, പ്രൈവറ്റ് സംഘടനകൾ അവരും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളം ആയതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നമുക്കിതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞാൽ എന്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. കാരണം നമ്മുടെ ശാന്ത സുന്ദരമായ കേരളം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് നല്ല നല്ല മനസ്സുള്ള മനുഷ്യരിലുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം മുണ്ടക്കൈ ഭാഗത്തെ ഏറ്റവും മനോഹരമായ ഒരു അരുവി തുടങ്ങുന്ന, അല്ലെങ്കിൽ അരുവിയുടെ ഉത്ഭവം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ കൂടെ നടന്നു പോകുമ്പോൾ ഇപ്പോൾ ഈ അപകടം ഇവിടെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു ഈ നാട് കാണാൻ. പക്ഷേ ഇപ്പോൾ ഈ നാടിനെ ആർക്കും വേണ്ടാതായി. ഇനിയിപ്പോൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളെ വീഡിയോയിലൂടെ ഞങ്ങളെ വീട് നിന്ന സ്ഥലങ്ങളും ഏറെക്കുറെ ആളുകൾ എനിക്ക് ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ ആ ഏരിയയൊക്കെ ഞാൻ നല്ലപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാത്രമാണ് ഞാൻ ഈ മഴ കൊണ്ടിട്ട് ഇങ്ങോട്ട് മേലേക്ക് വന്നത് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ വീടുണ്ടല്ലോ, ആ വീടിൻ്റെ സ്ലാബ് കണ്ടില്ലേ, ആ സ്ലാബ് കാണുന്ന വീടാണിട്ടത്. അതായത് ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇവിടെ കാണുന്നില്ല. കാരണം നമുക്ക് നിങ്ങൾ വീട് മൊത്തമായിട്ട് അങ്ങനെ തന്നെ നിലം പൊത്തിയതാണ്. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണും വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടോ, മണ്ണിട്ട് പൊക്കിയൊരു ഏരിയ ആയിരുന്നത്. അപ്പോൾ അവിടെ ഹിറ്റാച്ചിനകത്ത് കണ്ടില്ലേ, ഹിറ്റാച്ചി വന്ന് നിൽക്കുന്നുണ്ട് ഇത് മാന്തി എടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ, കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയക്കൊക്കെ ഇപ്പോഴാട്ടോ വണ്ടിയൊക്കെ എത്താൻ കഴിഞ്ഞത്. ഇതുവരെ ഇങ്ങോട്ട് വണ്ടി എത്താൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മളെ വെള്ളം പോയ വഴി കണ്ടോ, ഇവിടെ നിന്ന് ഒരുപാട് ജീവനും കൊണ്ട് ഓടിപ്പോയ ആ വെള്ളം പോയ വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം ഇത് നേരെ പോയിട്ട് ചൂരൽമല താഴെ വരെ അപകടം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. കണ്ടോ, അങ്ങനെ എത്ര കാഴ്ചകളാണ് നമ്മളെ മുമ്പിലുള്ളത്. ഇത് ഓരോന്നും എടുത്ത് പറയാനുണ്ടെങ്കിൽ നമുക്ക് കുറേ പറയാനുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ മനുഷ്യരുടെ എണ്ണം കിട്ടാത്തതിലാണ് ഏറ്റവും വലിയ സങ്കടം എല്ലാവരും പറയുന്നത് കേട്ടോ. നോക്കി നിങ്ങൾ, ആ വീടിൻ്റെ മേലെ ഭാഗത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. മേലെ ഭാഗത്താണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഞാൻ നിൽക്കുന്ന ഈ ഭാഗം തന്നെ സേഫല്ല എന്നാ തോന്നുന്നത്. കാരണം കല്ലുകൾ എപ്പോഴാണ് ഇവിടുന്ന് ഉരുണ്ട് അങ്ങോട്ട് പോകാമെന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ സൈക്കിൾ കണ്ടോ അവിടെ. അങ്ങനെ എത്ര കാഴ്ചകളാണ്, ഒരുപാട് പുസ്തകങ്ങൾ. ഇതാ മണ്ണ് വന്ന് കണ്ടെന്നുള്ളത്, മണ്ണ് വന്ന് കിടക്കുന്നുണ്ടല്ലേ. ഒരാളെ 2 ആൾ ഉയരത്തില്ല മണ്ണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ മണ്ണ് നീക്കാൻ വേണ്ടിയിട്ട് ഹിറ്റാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. JCB പോലത്തെ വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് മറ്റൊരു വീടാണ് കേട്ടോ. ഇത് വൃത്തിയാക്കിയിട്ടില്ല, ഇത് വൃത്തിയാക്കാൻ കിടക്കുന്നുള്ളൂ. ഇതിന് മുന്നേ ഞാനൊന്നും കൂടി കയറി നോക്കിയതാണ്. അതായത് ഇവിടെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് പൈസയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള രേഖകളും മൊബൈൽ ഫോണുകൾ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് തിരച്ചിൽ കഴിയാനുള്ള റൂമാണ് കേട്ടോ. എനിക്ക് നിങ്ങൾ എന്തായാലും അവസ്ഥ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. വീട് മൊത്തം ഇതൊന്നും അധികം പഴക്കമില്ലാത്ത നല്ല വീടാണ്. പെയിൻ്റ് അടി കഴിഞ്ഞൊരു വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വലിയ പഴക്കം ഈ വീടിനൊന്നും കാണുന്നില്ല. ഈ വീടിലുള്ള സാധനം നോക്കി ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ, ഈ ഡോറ് വഴി, അതായത് ഈ ഡോറ് വഴിയാണ് ഈ കാണുന്ന മരങ്ങൾ കണ്ടോ, ഈ മുട്ടി മരങ്ങൾ, ആ കാണുന്ന വലിയ മരത്തിൻ്റെ മുട്ടി, അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഫുള്ള് എല്ലാ സാധനവും ഒലിച്ച് കൂടി വന്നത് ആ ഒരു ഡോറ് വഴിയാണ്. ഇത് കണ്ടോ, നല്ലൊരു ബെഡ്ഷീറ്റ് അവിടെ. കിച്ചണിൽ പോകാൻ കഴിയില്ല കേട്ടോ, നമ്മൾ ആദ്യം പോകുന്നുണ്ട് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഉണ്ടോ ഈ ഡോറ് വഴി അതൊക്കെ കയറി വന്ന് ഇത്രയും സാധനങ്ങൾ. അപ്പം മുണ്ടക്കൈ മേലെ അങ്ങാടിയല്ല, മേലെ ഭാഗത്തുള്ള തകർന്ന് വീഴാത്തൊരു വീടിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അതായത് ഒന്നും പറ്റാത്തൊരു വീടാണ്. അതിൻ്റെ അകത്തേക്ക് തന്നെ വന്ന വെള്ളം നോക്കി, ഈ ചുമരിൽ കാണുന്ന കണ്ടോ, ഇതിൻ്റെ ഈ സൺസൈഡ് ഈ ഉയരം വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു.
ആ വീടിൻ്റെ അകത്തുള്ള കാര്യമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതുകൊണ്ടില്ലേ ചെളി ഏകദേശം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് കനത്തിൽ ചെളി ഉണ്ടാവും. അത്രയും ചെളി ഇവിടെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെച്ചാട്ടോ. അതൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വീടാണിത്. നല്ല ഭംഗിയാണ്. ബെഡ്റൂം ഉണ്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറുതാക്കി ഇത് കൊണ്ടുപോയതാട്ടോ. ഏകദേശം ഇവിടെയൊക്കെ ചെളി ഉണ്ടായിരുന്നു. ഇതൊക്കെ റെഡിയാക്കി കൊണ്ടുപോയതാണ്. ഉണ്ടോ അടുക്കളയിലെ സാധനങ്ങൾ വരെ ഇട്ട് ഓടി ഒരു ജീവനും കൊണ്ട് ഓടി. കണ്ടില്ലേ ഇതൊക്കെ അടുക്കി വെച്ച് അല്ലെങ്കിൽ അതൊക്കെ നല്ല വൃത്തിയാക്കി വെച്ച് കിടന്നുറങ്ങിയ ആൾക്കാർക്ക് പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു ശബ്ദമാണ്. അത് പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഉണ്ടോ വെള്ളം വന്ന് അടിച്ചു കയറിയതാണ്. ഈ സോഫൊക്കെ ഫുള്ള് പോയി. ഇവിടെ റൂമുണ്ടായിരുന്നു. ഈ റൂമാണ് ഏറ്റവും കൂടുതൽ ചെളി. ഉണ്ടോ ചെറിയ വീടാണെങ്കിലും ഉള്ള നല്ല വൃത്തിയിലുണ്ടാക്കിയ വീടായിരുന്നു. കാണുന്നത് ഒരു ഫാമിലിയാണ് കേട്ടോ. അതായത് ഈ ഒരു ഉരുൾപൊട്ടുന്നതിന് 2 ദിവസം മുന്നേ ഇവിടുന്ന് മാറിയത് കൊണ്ട് മാത്രം ജീവൻ തിരിച്ച് കിട്ടിയ ഒരു ഫാമിലി നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. പേര് സൈഫുദ്ദീൻ. ഓക്കെ ഇത് ഉമ്മയല്ലേ? ഉമ്മ അസ്സലാമു അലൈക്കും. ഓക്കെ അപ്പോൾ സൈഫുക നിങ്ങൾ ഇവിടുന്ന് 2 ദിവസം മുന്നേ മാറി എന്ന് ഉമ്മ പറഞ്ഞു. അപ്പോൾ അത് ആ സംഭവം പറയാം. നിങ്ങൾ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയതുകൊണ്ട് മാറിയതാണോ അതോ? അല്ലല്ല, ഞങ്ങൾ മഴ കണ്ടപ്പോൾ അങ്ങോട്ട് മാറിയത് തന്നെയാണ്. ഞാനിവിടെ ജ്യേഷ്ഠനും ഭാര്യയും മകനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഇവിടെ നിൽക്കുക, നാളെ രാവിലെ ഞങ്ങൾ വരാം, സെറ്റായിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തലേദിവസം പോയി. അവരവിടെ നിൽക്കാൻ നിർബന്ധിച്ചതല്ലേ? അവർ എന്നെ അവിടെ നിൽക്കാൻ വേണ്ടി നിർബന്ധിച്ചതായിരുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ എല്ലാവർക്കും നാളെ പോകാന്ന് പറഞ്ഞ് നിന്നതായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് ചെറിയ ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങളാണ്ട് പോയി. പോയി പിറ്റേ ദിവസം നോക്കുമ്പോഴാണ് രാത്രിയാണ് അറിയുന്നത് ഇവിടെ പൊട്ടിയുണ്ട്. ഇപ്പോൾ മൂപ്പര് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങൾ ആ ഒരു സംഗതി ഉമ്മനെ കൂട്ടി പോയത് കൊണ്ട് അത് ഞങ്ങൾ രക്ഷപ്പെട്ടു. ബാക്കി നിങ്ങളെ ജ്യേഷ്ഠനും അതിൽ ഞങ്ങൾ പോയില്ലേ? ഓക്കെ. അപ്പോൾ ഉമ്മക്ക് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പം ഉമ്മ പറഞ്ഞു 60 വർഷമായിട്ട് ഉമ്മ ഇവിടെ താമസം ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവം കാണുന്നു പറഞ്ഞു. സത്യമാണ് ആണല്ലേ? ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞമ്മക്കത് അങ്ങനെ പറയാൻ മാത്രം കാണാൻ മാത്രം ഒന്നും ഇല്ല. ചെറിയ രീതിയിലുള്ളൂ അല്ലേ? അപ്പുറത്ത് കൂടെ ഇരുന്നത്. അപ്പൊ ഉമ്മ ഈ സംഗതി വാർത്തയിലൊക്കെ കണ്ടപ്പോഴേ ഉമ്മക്ക് എന്താ തോന്നിയത്? അതായത് ഇപ്പൊ ഉമ്മന്റെ മോന് അല്ലേ, വലിയ മോനല്ലേ പോയത്? മൂന്നാമത്തെ മോൻ അല്ലേ? ഒക്കെ ഇത് കണ്ടപ്പോൾ ഉമ്മക്ക് എന്ത് തോന്നി? ആ ഒരു വാർത്ത കണ്ടപ്പോൾ ഇവിടുന്ന് പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് തോന്നുമായിരുന്നു ഉമ്മ? പോയിട്ടില്ലെങ്കിൽ ഞാൻ പോവും എൻ്റെ കുട്ടികളപ്പം പോയിക്കോട്ടെ. പക്ഷെ ഞാൻ പോയിട്ടുമില്ല. ഇപ്പം എനിക്ക് വേദനയായി. എൻ്റെ കുട്ടിയില്ലല്ലോ. കുട്ടിയും പോയി, അവൻ്റെ പെണ്ണുങ്ങളും പോയി, ഓനും പോയി. ഒരു 3 ആളും ഒപ്പം പോയി. സാറല്ല അതിപ്പം അവരുടെ വിധി അങ്ങനെ ആയിരിക്കും ഉമ്മ. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു വയസ്സായ ഞാൻ ഇവിടെ മാത്രം ബാക്കിയായിട്ട് ഒരുപാട് ചെറുപ്പക്കാരും ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയാൻ കാരണം എന്താ ഉമ്മാനെ? ഒരുപാട് ചെറുപ്പക്കാരത്തികളാണ് ഇവിടുന്ന് പോയത്, ചെറുപ്പക്കാരാണ് ഇവിടുന്ന് പോയത് പറഞ്ഞു. ചായച്ചെടി പണിയെടുക്കുന്ന പെണ്ണുങ്ങളാണൊക്കെ പോയത്. ഉമ്മ അറിയുന്ന എത്ര പേര് പോയി ഉണ്ടാവും? അതിപ്പോ എനിക്ക് അങ്ങനെ എണ്ണി പറയാനൊന്നും ആവില്ല. എല്ലാരും അറിയൂലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. എങ്ങനെ അറിഞ്ഞാലും ഒക്കെ ഇവിടെ മൊത്തം ഒരു ലീഗാണ്. ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഒരു വിരോധത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടില്ല. എല്ലാരും ഒന്നുപോലെ അടുത്തടുത്ത പേരാളും. അല്ല നിലവിലിപ്പം ഇനി ഉമ്മ ഈ സമയത്ത് ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എന്താ? ഉമ്മ ഇനിയിപ്പോൾ എവിടെ ജീവിക്കുക? എവിടെ? ഞാൻ ഇനി ഇവന്റെ അടുത്ത് നിൽക്കും. സേഫുഖാനടുത്ത് നിൽക്കും അല്ലേ? ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ട് അവിടെയുള്ള. സേഫുഖ് എന്താ ചെയ്യണം ഇപ്പോൾ? ഞാൻ 900 വണ്ടി ഡ്രൈവറായിരുന്നു. തൽക്കാലം അത് പൂട്ടിയിട്ടതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തപ്പോൾ ഓല വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ അങ്ങനെ ഇപ്പോൾ ജീവൻ മുന്നോട്ട് പോകണം അല്ലേ? ആരൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? എനിക്ക് ഭാര്യ ഉണ്ട്, 2 മക്കളുണ്ട്, ഇപ്പൊ ഉമ്മയുണ്ട് കൂടെ. അവരുള്ളൂ അല്ലേ? അപ്പോൾ ഉമ്മ സംഗതി വിധിയാന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. ഉമ്മ നേരത്തെ പറഞ്ഞ പോലെ എന്തിൻ്റെ ഒരു അടയാളാണ് അല്ലേ? അടയാളാണ് അല്ലേ? നമുക്ക് ഇനി വലിയ താമസമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതൊരു മുന്നറിയിപ്പാണ്. ഇതൊരു മുന്നറിയിപ്പ് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നത്. അതുമ്മ പഠിച്ചണം ദുനിയാവിലുള്ളോര്. ഓക്കെ. ഉമ്മ ഈ ഉസ്താദിനെ അറിയായിരുന്നോ? ഇവിടെ പള്ളിയത്തെ ഉസ്താദിനെ അറിയായിരുന്നോ? ആണല്ലേ? ചെറിയ കുട്ടിയാണ്, വലിയതല്ല, വയസ്സനല്ല, ചെറുപ്പക്കാരനാണ്. ആണല്ലേ?
അപ്പം എൻ്റെ ഞാൻ ഇപ്പോൾ വാടകയ്ക്ക് ഇരിക്കുന്ന പേരൻ്റെ തൊട്ടാണ് മൂപ്പർക്കിപ്പോൾ വാപ്പ വന്ന് പേരുണ്ടാക്കുന്നത് ആണല്ലേ. കിണർ കളിച്ച് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ. ഓക്കെ, കാസിഫൊക്കെ ഇവിടുത്തെ ഖബർസ്ഥാനങ്ങളൊക്കെ എന്തെങ്കിലും പോയിട്ടില്ല? ഒന്നും ആയിട്ടില്ല, ഖബർസ്ഥാനം ഒന്നും ആയിട്ടില്ല. ബാലൻസ് ഉള്ളത് ഇപ്പോൾ ഇവിടെ ബാലൻസ് പറഞ്ഞാൽ ഈ മേലക്കുള്ള 2-3 വീടും ആ മദ്രസകളും ബാലൻസ് ഉള്ളത്. ബാക്കി വീടൊക്കെ പോയി അല്ലേ? ഒക്കെ പോയി. ഖബർസ്ഥാനം ബാക്കിയുണ്ടല്ലേ? ഖബർസ്ഥാനം ഒന്നും ആയിട്ടില്ല. അതൊന്നും ആകാത്ത ഭാഗ്യം ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പൊക്കെ മരിച്ചടക്കുന്നത് അവിടെ അല്ലേ. ഒന്ന് വന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടേ? അതെ 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 അതെ. ഞങ്ങളെല്ലാവരും മരണപ്പെട്ടൊക്കെ എല്ലാവരും ഉണ്ടല്ലോ അവിടെ. എന്തായാലും കുറച്ചൊന്നും അങ്ങനെ വെച്ചെന്ന് നന്നായി. ഇപ്പം ഒന്ന് ഇടക്ക് വന്ന് പോവാൻ. ശരി.